മമ്മൂട്ടി ഇലക്ഷന് മുമ്പ് ഒരു PR വർക്ക് നടത്തിയതായിട്ട് മാമിന് അറിയാമോ? അറിയാം. നമ്മുടെ ചൂരൽമല ദുരന്തത്തിൽ ഗവൺമെൻറ് വെച്ച് കൊടുത്തിരിക്കുന്ന വീടുകൾ ഗവൺമെൻറ്റിനെ അറിയിക്കാണ്ട് ആരെയും അറിയിക്കാണ്ട് അദ്ദേഹം കാണാൻ വരുന്നു. അങ്ങനെ ഒരു സെലിബ്രിറ്റി വരുമോ? അതാണ് എനിക്ക് ഇപ്പോൾ ഒരു സംശയം. എനിക്കത് തോന്നാൻ കാരണം എന്താണെന്നറിയാം, ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു. കാരണം ചൂരൽമലയിലെ വീടുകളിലൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ട്, അറ്റകുറ്റപ്പണികളൊക്കെ ഇഴഞ്ഞു നീങ്ങുകയാണ്, കടുത്ത അതൃപ്തിയുമായിട്ട് ദുരന്ത ബാധിതരെത്തുന്നുണ്ട്. ഐ ബെഗ് ടു ഡിഫർ. ഇതിന് ഇന്നലെ 2 ദിവസം മുമ്പ് കേട്ടത് 2000-ഓളം ജോലിക്കാർ ഈ ചുട്ടുപൊള്ളുന്ന തീയിലും വെയിലത്തും ഒക്കെ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ പോലും പോയിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റി, അതായത് ഇവരുടെ സ്വന്തം സ്ഥാപനമല്ല, എന്താണ് ബ്ലാക്ക് മണി വൈറ്റാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനം എന്നും കൂടെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അവരങ്ങനെയൊക്കെയാണ് ഇതുവരെ കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നലെയും ഇന്നും നമ്മൾ കേൾക്കുന്ന വാർത്ത അവിടെ ആരുമില്ല. ഇത്ര ധൃതി പിടിച്ചുണ്ടാക്കിയത് കൊണ്ടാണോ ഇതിലൊക്കെ വിള്ളൽ? ഒരു സമ്മറിൽ തന്നെ ഇത്രയും വിള്ളൽ വരികയാണെങ്കിൽ അടുത്ത സമ്മർ ആകുമ്പോഴേക്കും വീട് ഇടിഞ്ഞ് താഴെ വീഴില്ലേ? ഉറപ്പായിട്ടും. ഒരു കാര്യം, ഇന്ന് ഞാൻ വരുന്ന സമയത്ത് TV-യിൽ കണ്ടൊരു വാർത്തയാണ്. ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തം ഉണ്ടായല്ലോ. ഇതുവരെ അത് നന്നാക്കി റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടില്ല. ആ ഓഫീസർ വന്നിരുന്ന് പറയാണ്, ഡോക്ടർ ഇൻചാർജ് വന്നിരുന്ന് പറയാനൊന്ന് റിപ്പയർ ചെയ്യൂ, ഞങ്ങൾക്ക് പേഷ്യൻസിനെ മാറ്റണമെന്ന്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടി ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. യാതൊരു കാര്യത്തിലും വ്യവസ്ഥയില്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുക നടത്തുക. എന്തിനാണ് വയനാട് വരെ പോകുന്നത്? ഊരാളുങ്കലിന് എന്തിനാണ് കുറ്റം പറയുന്നത്? തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ ഗാന്ധിനഗർ. അവിടെ ഒരു PNT കോളനി ഉണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ തേവര പേരണ്ടൂർ കനാലാണ് പുറയിൽ കൂടെ ഒഴുകുന്നത്. അവിടെ നിന്ന് ഒരു തരം പോയിസണസ് ഗ്യാസ് വരെയായിരുന്നു. അപ്പോൾ പലരും നമ്മളെ വിളിച്ച് പറയാൻ, ചേച്ചി ഒരു ദിവസം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോൾസ് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു കിടക്കുന്നതായിരിക്കും കാണുന്നത്. ഈ പോയിസണസ് ഗ്യാസ് വീട്ടിലേക്ക് കയറിയിട്ട് ഞങ്ങൾ മരിച്ചു പോകും. പക്ഷെ നിങ്ങൾ വിചാരിക്കും കൂട്ടാത്മഹത്യയാണ്. അങ്ങനെയല്ല എന്ന്. എന്തായാലും ഒരു ദിവസം ഇദ്ദേഹം ഇതുവഴി പോകുന്ന സമയത്ത് ഇനോഗ്രേഷൻ നടത്തി. ആ സമയത്ത് മേയറായിരുന്ന ആൾ പോലും അറിഞ്ഞില്ല എന്നാണ് സൗമിനി ജെയിനായിരുന്നു മേയർ എന്നോട് പറഞ്ഞത്. തറക്കല്ലിട്ടു, ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് മാറ്റി. എൻ്റെ പ്രജിത, ഞാൻ സ്ഥിരം അവിടെ പോകുന്ന ആൾക്കാരാണ്. അവരുടെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കോണ്ടാക്റ്റാണ്. തനിച്ച് താമസിക്കുന്ന പോലെയല്ല, ഫ്ലാറ്റുകളാണ് കേട്ടോ. ഇപ്പോൾ പ്രജിതയ്ക്ക് കക്കൂസി പോകണമെങ്കിൽ, റെസ്റ്റ് റൂമിൽ പോകണമെങ്കിൽ മുകളിലത്തെ ആളോട് പോയി ചോദിക്കും, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ ടോയ്ലറ്റ്? അവർ യൂസ് ചെയ്താൽ വെള്ളം മുഴുവൻ താഴെ ഇരിക്കുന്ന ആളുടെ തലയിലാണ്. മനസ്സിലായോ? അത്ര മോശമായിട്ടാണ് അവിടെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അവർ പറയാൻ, ഞങ്ങൾ ആ ഏറ്റവും മനുഷ്യത്വഹീനമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും ഞങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ടോയ്ലറ്റിൽ പോകുമായിരുന്നു. ഇതിപ്പോൾ മുകളിലെ ആൾ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കണം. രാത്രിയൊക്കെ പോയി ചോദിക്കാൻ പറ്റും, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ എന്ന്. അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവിടെ ഓരോ കൺസ്ട്രക്ഷനും നടക്കുന്നത്. ഒരു ഓഡിറ്റിംഗ് നടക്കുന്നില്ല. പണിത് വലിയ ഇത് വന്നു, അവരെയൊക്കെ വലിയ ആർമാദത്തിൽ മാറ്റിയെന്നല്ലാണ്ട് അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ സാഹചര്യം എന്താണെന്ന് നോക്കുന്നില്ല. ഇത് തന്നെയാണ് വയനാടും നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയോ ഒരു വലിയ ഉദ്ഘാടന മാമാങ്കം നടത്തി. അതെ, ആ മാമാങ്കം എന്നുള്ള വാക്ക് ഞാൻ ആലോചിച്ച് തന്നെ പറയുകയാണ്. അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? എത്ര മാസങ്ങൾ കഴിഞ്ഞാൽ അതൊരു താമസിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തുന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ കംപ്ലയിൻറ്റ്സ് പറയാൻ തുടങ്ങി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് ഇല്ല, ലൈറ്റ് ഇല്ല, വെള്ളമില്ല, താമസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങിയപ്പോഴാണ് പ്രജിത ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. ഒരു വലിയ സെലിബ്രിറ്റി അവരുടെ സ്ഥലം കാണാൻ വരുന്നപ്പോൾ ജനങ്ങളുടെയൊക്കെ മനസ്സ് അതിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര വലിയ സാക്ഷരത എന്നൊക്കെ പറഞ്ഞാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ തന്നാൽ നമ്മൾ അതിൻ്റെ പുറകെ പിന്നെ കുറേ നാൾ പോകും. സെലിബ്രിറ്റി വരുന്നെന്താ? ആരെയും അറിയിക്കാണ്ട്. അതെ, അത് പോലീസിനെ പോലും അറിയിച്ചില്ല. സെലിബ്രിറ്റി ആകുമ്പോൾ ഇത്രയും ജനങ്ങൾ ഓടിക്കൂടുന്ന അറിയുമ്പോൾ നാച്ചുറൽ കോഴ്സിൽ ഒരു പോലീസിനെ അവർ അറിയിക്കും. ഇൻ കേസ് എന്തെങ്കിലും വന്നാലോ എന്ന് പറഞ്ഞിട്ടേ അവർ വരാറുള്ളൂ. അവിടുത്തെ ലോക്കൽ സെക്രട്ടറി, CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി ഉടനെ രക്ഷാവലയം തീർക്കുന്നു. ഇതൊക്കെ എന്താണ്? ആ സെക്രട്ടറിയോട് ഇങ്ങനെ എപ്പോഴും പറ്റിച്ചേർന്ന് നടക്കണ്ടെന്ന് മമ്മൂട്ടി പറയുന്നു. അതായത് ഞാൻ ജനങ്ങളിലേക്ക് വന്നതാണ്, എനിക്കൊരു പ്രൊട്ടക്ഷനും വേണ്ട. അത് മാത്രമല്ല, ഞാൻ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അതുവരെയും അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിലും വലിയ കാര്യമായ രീതിയിലേക്കൊന്നും വന്നില്ല. പക്ഷേ ഇലക്ഷൻ അടുത്തപ്പോഴേക്കും മമ്മൂട്ടി അവിടേക്ക് എത്തുകയാണ്. മമ്മൂട്ടി എത്തിയതോടുകൂടി അവിടുത്തെ വില്ലകളുടെ കാര്യം, അതായത് ഇവർക്ക് താമസിക്കാൻ പറഞ്ഞിട്ടുള്ള വീടുകളുടെ കാര്യമൊക്കെ ചർച്ചാ വിഷയമാവുന്നുണ്ട്. അപ്പോഴാണ്
എന്താണ് കോൺഗ്രസിന്റെ പിരിച്ച കാശ്, ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ച കാശ് എത്രയാണ് എന്നുള്ള ചോദ്യം സൈബർ ഇടത്തിൽ സഖാക്കൾ പോരാളി ഷാജിമാര് ഉയർത്തുന്നത്. എത്ര ദിവസം അത് സൈബർ ഇടങ്ങളിൽ ലൈവാക്കി നിർത്തിയെന്നുള്ളത്, സൈബർ ഇടങ്ങളിൽ മാത്രമല്ല ചാനലുകളിലും ലൈവാക്കി നിർത്തിയെന്ന് നമുക്കറിയാം. കാരണം ഓരോ ചാനലിനും എത്ര കോടി രൂപയാണ് അഡ്വർടൈസ്മെൻ്റായി PR ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നതെന്ന് ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 200 കോടി രൂപയോളമൊക്കെയാണ് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും എന്താണ് ഓരോ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നുണ്ടല്ലോ, അതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. പ്രജിത, ആരാണ് ഇവിടെ ഭരിക്കുന്നത്? CPM ആണോ? CPM അല്ല, ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. CPM അല്ല ഭരിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത കുറേ പേർക്ക് മെജോറിറ്റി കിട്ടിയപ്പോൾ അവരൊരു സർക്കാർ രൂപീകരിക്കും, അവർ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. CPMൻ്റെ പൈസയല്ല. ഈ പൈസ മുഴുവൻ ഇവിടെ ടാക്സ് കൊടുക്കുന്ന ഞാനും പ്രജിതയും ക്യാമറാമാനായിട്ടുള്ള അർജുൻ വരെ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലാണ്ട് CPMൻ്റെ വീട്, കോൺഗ്രസിൻ്റെ വീട്, മുസ്ലിം ലീഗിൻ്റെ വീട് വന്ന് BJP ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വരെ ആയിപ്പോയി. ഒരു ഗവൺമെൻറ് ഭരിക്കുന്നുണ്ടല്ലോ. സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത 260.6 കോടി രൂപയുടെ കണക്ക് പോലും കൊടുത്തിട്ടില്ല. മരിച്ച ഓരോ ശവശരീരം ദഹിപ്പിക്കുവാൻ വേണ്ടിയും 75,000 രൂപ, 2 കോടി രൂപയാണെന്നൊക്കെയാണ് ഇന്നലെ ഞാനൊരു കണക്കിൽ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും രൂപ അന്നേ അവർക്ക് അറിയാമായിരുന്നു PR വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടൊരു 5,000 രൂപ 7,000 രൂപയ്ക്ക് നടക്കേണ്ട ശവസംസ്കാരങ്ങൾ അതും നിർത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നായിട്ടല്ല. അതിന് 75,000 രൂപയ്ക്ക് എഴുതി മേടിച്ചത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. നമ്മൾ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ പ്രജിത കരുതുന്നുണ്ടോ കോൺഗ്രസ്സാണ് വീട് വെച്ച് കൊടുക്കേണ്ടതെന്ന്? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയല്ലേ. അതെങ്ങനെ CPMൻ്റെ കാശാവും? ഗവൺമെൻറ്റാണ്, ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഒരു സർക്കാർ എന്ന് പറയുന്നത്. അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കോൺഗ്രസ് എത്ര ചെയ്തു എന്ന് ചോദിക്കുന്നതിൽ എന്താണ് സാങ്കത്യം? അല്ല, അതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത് സർക്കാരിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല എന്നുള്ളതായിരുന്നു. മമ്മൂട്ടി അവിടെ വന്നിറങ്ങിയതോടുകൂടി ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഇത്, ജനങ്ങളുടെ നികുതി പണമാണ് എന്നൊക്കെ പറഞ്ഞതോടുകൂടി അതിന്റെ മാനം തന്നെ മാറിപ്പോയി. പിന്നീട് സംസാരം മുഴുവനും എല്ലായിടത്തും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയെ കുറിച്ച് ഒന്നുമായിരുന്നില്ല. തിരിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുള്ള വീഴ്ചയെ കുറിച്ചായിരുന്നു എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇലക്ഷന് മുമ്പ് ചൂരൽമലയിലെ ദൗത്യം മുഴുവന് സർക്കാർ നടത്തി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. 2, കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനും കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, മുസ്ലിം ലീഗ് വെച്ചു കൊടുത്തല്ലോ. ഉടനെ ഒരു ജിഹാദി എന്താ പറയുക, അങ്ങേര് വന്നിട്ട് പറയുകയാണ് BJPക്കാർ ഹിന്ദുക്കൾക്ക് വേണ്ടി എത്ര വീട് വെച്ചു കൊടുത്തു. ഞങ്ങൾ തുറന്നടിച്ചു, ഞങ്ങളിത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല. മുസ്ലിമുകൾക്ക് മാത്രം അവർ വീട് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾ വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതെല്ലാവർക്കും കൊടുക്കും. അതിൽ മുസ്ലിംസ് ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, ഹിന്ദുസ് ഉണ്ടാവും, എല്ലാ ജാതി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ അവർ ആ മാനത്തിലേക്ക് അവരെ കൊണ്ടുപോയിരിക്കുന്നു. കോൺഗ്രസ് വീട് വെച്ച് കൊടുത്തില്ല എന്നുള്ളതിന് ഉടനെ വരും മുസ്ലിം ലീഗ് വെച്ച് കൊടുത്തല്ലോ. ഉടനെ നിങ്ങൾ എത്ര ഹിന്ദുക്കൾക്ക്, BJP എത്ര വീട് വെച്ചു എന്നല്ല, BJP എത്ര വീട് ഹിന്ദുക്കൾക്ക് വെച്ച് കൊടുത്തു എന്നാണ്. ആ തലത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ വേണ്ടിയും ഇവർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടിയുടെ വരവ് വന്നിട്ട് വേറൊരു ആംഗിളിലേക്ക്, ടാൻജൻറ്റിലേക്ക് അവർ കൊണ്ടുപോയി ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന്. ഇപ്പോഴെന്താണ് കാണുന്നത്? ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുണ്ടംവേലിയിലുള്ള വീടുകൾ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വച്ചിരിക്കുകയാണ്. അത് ആവാസയോഗ്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ കാണുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും വോട്ടൊക്കെ പെട്ടിയിൽ കയറിയല്ലോ. ഇനി എന്തായാലും എന്താ, അതിനു മുമ്പ് അവരെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാ തരത്തിലും ഗിമിക്സ്. ഇരുവർന്നും പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്തു. എത്ര രൂപ അവർ അതിനു വേണ്ടി ചിലവാക്കി. നമ്മുടെ പിണറായി സഖാവും മോഹൻലാലുമായിട്ടിരുന്ന് പാടുന്നു, ആടുന്നു, ജോക്സ് അടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായൊരു മുഖം കൊണ്ടുവരാൻ തന്നെ ക്യാമറ എത്ര മണിക്കൂറുകളോളം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. കാരണം മുഖത്തെ സ്ഥായി വികാരം, ദേഷ്യവും ധാർഷ്ട്യവും അല്ലെങ്കിൽ നിർവികാരതയും, ഐ ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അതിൽ നിന്നും ഒരു ചിരിക്കുന്ന മുഖം ഉണ്ടാക്കാനായിട്ട് എത്രമാത്രം ഇവരൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. ചൂരൽമലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ 9,000 രൂപ ഈ പറയുന്ന ദുരന്ത ബാധിതർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ഫുഡ് കൂപ്പൺ ഉണ്ടായിരുന്നു. ഒന്നുമില്ല.
ഈ പറയുന്ന 9,000 രൂപ അവിടെ താമസിക്കുന്നവർക്ക് വാടക കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അതുപോലും ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന വീടായല്ലോ, സാഹചര്യമാണ്. അത് വീടായതുകൊണ്ട് ഇനി വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ വീട്ടിലേക്ക് അവർ മാറിയിട്ടില്ല, മാറാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നിവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാഞ്ഞിട്ടല്ല, അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വീട് തന്നു, താക്കോല് തന്നു, നിങ്ങളവിടെ പോയി താമസിച്ചോളൂ, വെളിക്കിറങ്ങണോ പുറത്തു പോയി ഇറങ്ങിക്കോളൂ, ഒരു പ്രശ്നമില്ല. ലൈറ്റില്ലേ, നല്ല ചൂല്, നല്ല പ്രകാശം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടോർച്ചടിച്ച് ജീവിക്കൂ, വെള്ളമില്ലേ, അടുത്തുള്ള അരുവിയിൽ പോയി വെള്ളം എടുക്കൂ, കാര്യം കഴിഞ്ഞില്ലേ. ഇലക്ഷൻ കഴിഞ്ഞ് 5 കൊല്ലത്തേക്ക് ആരുടെയും മുമ്പിലൊന്നും പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 4.5 കൊല്ലം കഴിയുമ്പോൾ പുതിയ പുതിയ വാക്കുകളും ഒക്കെ ആയിട്ട് അവർ PR ഏജൻസികൾ ഇറങ്ങിക്കോളും. ഇപ്പോൾ തന്നെ പല ഓഫീസർമാരും വന്ന് പറയുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നു, ഇത് നടന്നു, അത് നടന്നു എന്ന് പറയുന്നതൊന്നും ഞങ്ങൾ എഴുതി കൊടുത്തിട്ടല്ല. PR ഏജൻസികൾ സ്വന്തമായിട്ട് നിർമ്മിച്ച കാര്യങ്ങളാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളോട് ആരും റിപ്പോർട്ട് ചോദിച്ചിട്ടില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ റവന്യൂവിൽ എന്ത് നടന്നു, അല്ലെങ്കിൽ ഹെൽത്തിൽ എന്ത് നടന്നു, എഡ്യൂക്കേഷനിൽ എന്ത് നടന്നു എന്നുള്ള ഒരു കാര്യങ്ങളും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല പിണറായി സഖാവ്. പക്ഷേ ഞങ്ങളത് ചെയ്തു. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നടന്നു, ഇത് നടന്നു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പരസ്യങ്ങൾ കാണുമ്പോഴാണ്. അപ്പം ഞങ്ങൾ വണ്ടർ ചെയ്യും, അയ്യോ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഹൈ ഒഫീഷ്യലല്ലേ, ഞാനറിയാണ്ട് ഇന്നിൻ്റെ കാര്യങ്ങൾ നടന്നോന്ന്. അത് തന്നെയാണ് മമ്മൂട്ടി വഴി ഇവർ ചെയ്ത ആ ചൂരൽമലയിലെ ഒരു PR വർക്ക്. മമ്മൂട്ടി വന്നതോടെ മാനങ്ങൾ മാറി. പ്രത്യേകിച്ചും മമ്മൂട്ടി നിങ്ങൾ എന്നെ തടയണ്ട എന്ന് ലോക്കൽ സെക്രട്ടറിയോട് പറഞ്ഞോടുകൂടി ഞാൻ ജനങ്ങളോടൊപ്പം പോവുകയാണെന്ന് പറഞ്ഞോടി അതിന് ഡബിൾ മാനമായി. കണ്ടില്ലേ? അപ്പോൾ അവരെ തന്നെ അദ്ദേഹത്തിന്, അതായത് CPM ഇതിൽ യാതൊരു പങ്കുമില്ല, CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇതിൽ ഇടപെടേണ്ട, ഞാൻ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഏറ്റവും മഹനീയമായ മനുഷ്യമാർക്ക് ഏറ്റവും എന്താണ് നല്ല കാര്യം ചെയ്തത് നേരിൽ കാണാൻ വന്നിരിക്കുന്നു, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതാണ് PR. ആ PRൻ്റെ ഗുണമാണ് ഈ ഇലക്ഷന് മുഴുവൻ നമ്മൾ കണ്ടത്. അല്ലാണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടല്ല. നമ്പർ 1 അല്ല കേരളത്തിലൊന്നും. ഇവിടെ വിദ്യാഭ്യാസം ഇല്ല കുട്ടികൾക്ക്. ഇന്നലെയും കൂടെ ഞാനൊരു ഇത് വായിക്കുകയായിരുന്നു, എന്തുകൊണ്ട് ബീഹാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായൊരു സ്ഥലമാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ IAS IPS 1ാം റാങ്ക് കിട്ടുന്ന മിക്കവരും ഇങ്ങനെ നമ്മൾ പുറന്തള്ളുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് വരുന്നില്ല? ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത് പഴയ സിലബസ് തന്നെയാണ്. ഈ നമ്മളുടെ ഏറ്റവും വലിയ മെഡിക്കൽ ഇതെന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി പോകുന്നത് അമേരിക്കയെക്കാട്ടിലും മികച്ച സൗകര്യമുള്ള കേരളത്തിൽ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയ്ക്കാണ്. കാരണം മോശം സ്ഥലമാണ്, അമേരിക്കയെക്കാളും മികച്ചത് കേരളമാണ്, പക്ഷെ അമേരിക്കയ്ക്ക് പോകും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്പർ 1 അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുമ്പോൾ PR വർക്കിൽ നമ്പർ 1 ആണ് കേരളം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്, ആരെ കൊണ്ടുവന്നും എന്തും ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും അവരാഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ജനമനസ്സ് മാറ്റുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ചൂരൽമലയൊക്കെ ഇവിടെ മനസ്സിലില്ല കുട്ടി. നമ്മൾ ഈ പ്രളയം കണ്ട് എത്ര കൊല്ലമായി, 10,000 രൂപ കിട്ടാത്ത ആൾക്കാർ കഴിഞ്ഞ ആഴ്ച പറവൂർ പോയപ്പോഴും കൂടെ ഞാൻ കണ്ടു. അതും അവർ പാർട്ടി നോക്കിയിട്ടാണ് കൊടുക്കാതിരിക്കുന്നത്. അദ്ദേഹം BJP പ്രവർത്തനം അറിയുന്നതുകൊണ്ട് മാത്രം 10,000 രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഡിവാസ്റ്റേറ്റഡ് ബൈ ഫ്ലഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്.